ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ സോൾവൻസി ആൻഡ് ബെയിൽ ഔട്ട് എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോൾവൻസി ആൻഡ് ബെയിൽ ഔട്ട്. ആദ്യം നമുക്ക് സോൾവൻസി എന്താണെന്ന് മനസ്സിലാക്കാം. സോൾവൻസി റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ, അതായത് ഒരു ഇൻഡിവിജ്വലിന്റെയോ ഒരു ഓർഗനൈസേഷന്റെയോ ഒരു സ്ഥാപനത്തിന്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ഓർ ഗവൺമെന്റ് ടു മീറ്റ് ഇറ്റ്സ് ലോങ് ടൈം ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻസ്. ഇതിവിടെ ഒബ്ലിഗേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുമതലകളെയാണ്. ലോങ് ടൈം ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ആ ചുമതലകൾ നേരിടാനുള്ള അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെ, ആ ഒരു എബിലിറ്റിയെയാണ് സോൾവൻസി എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ദ കപ്പാസിറ്റി, അതായത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റിയും ആ ഒരു കപ്പാസിറ്റിയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്തിനുള്ള കപ്പാസിറ്റി? ടു സസ്റ്റെയിൻ ഓപ്പറേഷൻസ് വിത്തൗട്ട് ദ റിസ്ക് ഓഫ് ബാങ്ക്രപ്സി. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഗവൺമെന്റ് ആയാലും ഓർഗനൈസേഷൻ ആയാലും അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയാലും ബാങ്ക്രപ്സി ഇല്ലാതെ, അതായത് കടക്കണിയിൽ വീണ് പോകാതെ ലോങ് ടൈം ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ആ ഒരു എബിലിറ്റിക്കാണ് സോൾവൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെപ്പറ്റിയുള്ള കീ പോയിന്റ്സ് മനസ്സിലാക്കാം. കീ പോയിന്റ്സ് അബൌട്ട് സോൾവൻസി. അതിൽ ഒന്നാമത്തത് ഡെഫിനിഷൻ. സോൾവൻസിയുടെ ഡെഫിനിഷൻ ഇതാണ്: എ സോൾവൻറ്റ് എൻറ്റൈറ്റി ഹാസ് അസറ്റ്സ് ഗ്രേറ്റർ ദാൻ ലയബിലിറ്റീസ് ആണ്. അതായത് ഒരു എൻറ്റൈറ്റിക്ക്, ഒരു സ്ഥാപനത്തിന് ലയബിലിറ്റി, അതിന്റെ ബാധ്യതകളെക്കാട്ടിലും കൂടുതൽ അസറ്റ്സ് ഉണ്ടാവുന്ന ഒരു അവസ്ഥ. ആൻഡ് ക്യാൻ പേ ഓഫ് all debts as they become due. അതായത് എല്ലാ കടങ്ങളും അത് അടയ്ക്കേണ്ട സമയമാകുമ്പോൾ തന്നെ അടച്ചു തീർക്കാനുള്ള ഒരു എബിലിറ്റിയാണ് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അതിന് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതിന്റെ ഈ സോൾവൻസി സൂചിപ്പിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിലൊക്കെയാണ്. ഒന്നാമത്തത് സോൾവൻസി റേഷ്യോ ആണ്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്: ടോട്ടൽ അസറ്റ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ലയബിലിറ്റീസ് ആണ്. ഓക്കെ, ടോട്ടൽ അസറ്റ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ലയബിലിറ്റീസ് എടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഹയർ ആയിട്ടുള്ള റേഷ്യോ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ ബെറ്റർ സോൾവൻസി ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, പിന്നെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഉണ്ട്. ഈ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ ലോ റേഷ്യോ ആണെന്നുണ്ടെങ്കിലാണ് ഇത് ലോ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് സ്ട്രോങ് സോൾവൻസി. അതാണ് എന്താണ് പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള സോൾവൻസി ഉണ്ടെന്ന് കാണിക്കുന്നത്. അത് ഇവിടെ ലോ റേഷ്യോ ആണ് വരേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. അതായത് എൻഷുവേഴ്സ് ലോങ് ടൈം സർവൈവൽ ആൻഡ് ഫൈനാൻഷ്യൽ ഹെൽത്ത്. ലോങ് ടൈം ആയിട്ടുള്ള ഒരു ബിസിനസിന്റെ സർവൈവലും അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഹെൽത്തി ആണെന്നും ഇത് ഉറപ്പുവരുത്തുന്നു. അടുത്തത് അട്രാക്ട്സ് ഇൻവെസ്റ്റേഴ്സ്, നിക്ഷേപകരെ ആകർഷിക്കുന്നു. ആൻഡ് ക്രെഡിറ്റേഴ്സ്, അതായത് വായ്പ കൊടുക്കാനുള്ള സ്ഥാപനങ്ങളെ ഇത് ആകർഷിക്കുന്നു. കാര്യം ഇത് കൂടുതൽ ഇതിന് സോൾവൻസി ഉള്ളത് കൊണ്ട്. ഓക്കെ, അടുത്തതിനൊരു എക്സാമ്പിൾ ആണ് സോൾവൻസി എക്സാമ്പിൾ. അതായത് എ കമ്പനി വിത്ത് അസറ്റ്സ് വർത്ത് $1 million, അതായത് 1 million ആണ് ഒരു കമ്പനിയുടെ അസറ്റ്. 1 million എന്ന് വെച്ചാൽ $10 ലക്ഷം ആണ് ഒരു കമ്പനിയുടെ അസറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ലയബിലിറ്റീസ് ഓഫ് $6 lakh, അതായത് $6 ലക്ഷം ആണ് അതിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സോൾവെന്റ് ആണെന്നാണ് പറയുന്നത്. കാര്യം എന്താണ്? ലയബിലിറ്റിയെക്കാട്ടിലും കൂടുതൽ അസറ്റ് ഉള്ളത് കൊണ്ട് ഈ സോൾവെന്റ്, ബിക്കോസ് ഇറ്റ് ഹാസ് $4 lakh സർപ്ലസ്, $4 ലക്ഷം സർപ്ലസ് ആണുള്ളത് ടു കവർ ഇറ്റ്സ് ഒബ്ലിഗേഷൻ. അതിന്റെ ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് എല്ലാം കവർ ചെയ്യാനുള്ള അധികമായിട്ടുള്ള അസറ്റ്സ് അതിനുണ്ട്. അതുകൊണ്ട് ഇത് സോൾവൻസി ഉണ്ട് എന്ന് പറയുന്നു. ഇനി നമുക്ക് ബെയിൽ ഔട്ട് എന്താണെന്ന് നോക്കാം. എ ബെയിൽ ഔട്ട് ഈസ് എ ഫൈനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡഡ് ബൈ എ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ അതർ എൻറ്റൈറ്റി. അതായത് ഒരു ഗവൺമെന്റോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു എൻറ്റൈറ്റിയോ കൊടുക്കുന്ന ഫൈനാൻഷ്യൽ സപ്പോർട്ടിനെ, സാമ്പത്തിക സഹായത്തെയാണ് ബെയിൽ ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയാണ് ഈ ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നത്? ടു പ്രിവെന്റ് എ ഫെയിലിംഗ് ഓർഗനൈസേഷൻ, അതായത് ഒരു പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു സ്ഥാപനത്തിനെയോ അല്ലെങ്കിൽ സെക്ടറിനെയോ ഓർ എക്കോണമിയോ, ഒരു സമ്പദ് വ്യവസ്ഥയോ കൊളാപ്സ് ആവുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബെയിൽ ഔട്ട് കൊടുക്കുന്നത്, ഫ്രം കൊളാപ്സിങ്. ഓക്കെ, അപ്പം ബെയിൽ ഔട്ട്സ് ആർ ഓഫൺ പ്രൊവൈഡഡ് ഡ്യൂറിങ് ഫൈനാൻഷ്യൽ ക്രൈസിസ്, അതായത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോഴാണ് ഈ ബെയിൽ ഔട്ട് കൊടുക്കുന്നത്. ടു റീസ്റ്റോർ സ്റ്റെബിലിറ്റി, ഇത് കൊടുക്കുമ്പോഴത്തേക്ക് അവർ സ്റ്റെബിലിറ്റി അവർ റീസ്റ്റോർ ചെയ്തെടുക്കും. ആൻഡ് പ്രൊട്ടക്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ, അതായത് ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും. സച്ച് ആസ് എംപ്ലോയീസ് ഇന്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ദ പബ്ലിക്, ഈ ക്രെഡിറ്റേഴ്സും പബ്ലിക് ഒക്കെ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ഇവരെല്ലാവരെയും എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ ഈ ബെയിൽ ഔട്ടിലൂടെ സഹായകരമാകുന്നു. ഇനി നമുക്ക് ഇതിന്റെ കീ ഫീച്ചേഴ്സ് നോക്കാം. കീ ഫീച്ചേഴ്സ് ഓഫ് എ ബെയിൽ ഔട്ട്. അതിൽ ഒന്നാമത്തെ പേർപ്പസ് ആണ്. പേർപ്പസിൽ വരുന്നത് റെസ്ക്യൂ എൻറ്റൈറ്റീസ് ഫേസിംഗ് ബാങ്ക്രപ്സി ഓർ ഇൻസോൾവൻസി, അതായത് ഇൻസോൾവൻസി നേരിടുന്നതും ബാങ്ക്രപ്സിയിലേക്ക്, കടക്കണിയിലേക്ക് പോകുന്നതുമായിട്ടുള്ള എൻറ്റൈറ്റീസിനെ എന്ത് ചെയ്യുന്നത്? റെസ്ക്യൂ ചെയ്തെടുക്കുന്നത്, രക്ഷിച്ചെടുക്കുന്നത് ഒരു പർപ്പസ് ആണ്. അടുത്തത് പ്രിവെന്റ് സിസ്റ്റമിക് റിസ്ക്, അതായത് സിസ്റ്റമിക് ആയിട്ടുള്ള റിസ്ക് പ്രിവെന്റ് ചെയ്യുന്നത്. അതായത് സിസ്റ്റമിക് റിസ്കിന് ഉദാഹരണം, എക്സാമ്പിൾ എക്കണോമിക് റിപ്പിൾ എഫക്ട്സ് ഫ്രം എ ലാർജ് കമ്പനീസ് ഫെയിലിയർ, അതായത് ഒരു ഇൻഡസ്ട്രിയിലെ ഒരു ലാർജ് കമ്പനി ഫെയിൽ ആകുമ്പോഴത്തേക്ക് അതിന്റെ അലകൾ അതിന്റെ എഫക്ട്സ് മറ്റ് ചെറിയ കമ്പനികളെയും ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതാണ് ഈ പ്രിവെന്റ് സിസ്റ്റമിക് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പ്രൊട്ടക്ട് ജോബ്സ് ആൻഡ് പബ്ലിക് കോൺഫിഡൻസ്, തൊഴിൽ, അതായത് ജോബിനെ പ്രൊട്ടക്ട് ചെയ്യുകയും പബ്ലിക് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് മറ്റൊരു പർപ്പസ് എന്ന് പറയുന്നത്.
അടുത്ത നമുക്ക് ടൈപ്സ് ഓഫ് ബെയിൽ ഔട്ട്സ് നോക്കാം. അതിൽ ഒന്നാമത്തത് ഡയറക്റ്റ് ഫൈനാൻഷ്യൽ എയ്ഡ് ആണ്. ഇതിൽ വരുന്നത് ക്യാഷ് ഇൻജെക്ഷൻസ് ഓർ സബ്സിഡി കൊടുക്കുക, ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുക, അല്ലെങ്കിൽ ക്യാഷ് ഇൻജെക്ഷൻ എക്കണോമിയിലേക്ക് ക്യാഷ് ഇൻജെക്ട് ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് ഡയറക്റ്റ് ഫൈനാൻഷ്യൽ എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ലോൺസ് ഓർ ലോൺ ഗ്യാരണ്ടീസ്, വായ്പ കൊടുക്കുകയോ വായ്പ ഗ്യാരണ്ടി കൊടുക്കുകയോ ചെയ്യുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്നത്. ടെമ്പററി ഫൈനാൻസിങ് വിത്ത് റീപേയ്മെന്റ് ടേംസ്, അത് ടെമ്പററി ആയിട്ടുള്ള ഫൈനാൻസിങ് ആണ്, അതിൽ റീപേയ്മെന്റ് ടേം ഉണ്ട്. അടുത്തത് ഇക്വിറ്റി പർച്ചേസ് ആണ്, അതായത് ഗവൺമെന്റ്സ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അക്വയർ ഷെയർസ് ടു പ്രൊവൈഡ് ലിക്വിഡിറ്റി. ഷെയർസ് അക്വയർ ചെയ്തിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഷെയർസ് അക്വയർ ചെയ്യുന്നത്? ലിക്വിഡിറ്റി, അതായത് കൂടുതൽ ലിക്വിഡ് ആയിട്ടുള്ള, അതായത് പെട്ടെന്ന് സെയിൽ ചെയ്ത് പണമാക്കി മാറ്റാൻ പറ്റുന്ന ഒരവസ്ഥ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ടൈപ്പ് ഓഫ് ബെയിൽ ഔട്ട്സ്. ഇനി ഇവ രണ്ടും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുമെന്ന് നോക്കാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോൾവൻസി ആൻഡ് ബെയിൽ ഔട്ട്. അതിൽ ആദ്യത്തത് എ ബെയിൽ ഔട്ട് ഈസ് ടിപ്പിക്കലി റിക്വയർഡ് വെൻ ആൻ എൻറ്റിറ്റി ബിക്കംസ് ഇൻസോൾവെന്റ് ആൻഡ് കനോട്ട് മീറ്റ് ഇറ്റ്സ് ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ. അതായത് ഒരു എൻറ്റിറ്റിയുടെ, ഒരു സ്ഥാപനത്തിന്റെ ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴോ അത് ഇൻസോൾവെന്റ് ആകുമ്പോഴോ എന്ത് വേണം? ബെയിൽ ഔട്ട് വേണം. ഓക്കെ, ഇൻസോൾവെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് ലയബിലിറ്റീസ് എക്സീഡ്സ് ഇസ് അസറ്റ്, അതായത് അസറ്റിനെക്കാട്ടിലും കൂടുതൽ ലയബിലിറ്റി വരണം എന്ന അവസ്ഥയാണ് ഇൻസോൾവെന്റ്. ഓക്കെ, ഈ സിറ്റുവേഷനിൽ ബെയിൽ ഔട്ട് ആവശ്യമാണ്. ബെയിൽ ഔട്ട്സ് എയിം ടു റീസ്റ്റോർ സോൾവൻസി. ബെയിൽ ഔട്ട് എന്തിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്? സോൾവൻസി റീസ്റ്റോർ ചെയ്യുന്നതിനാണ് ശ്രമിക്കുന്നത്. എങ്ങനെ? ബൈ പ്രൊവൈഡിങ് ഇമ്മീഡിയറ്റ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ആൻഡ് സ്റ്റെബിലൈസിങ് ഓപ്പറേഷൻസിലൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ള സാമ്പത്തിക സഹായത്തിലൂടെയാണ് ഇങ്ങനെ ഒരു റീസ്റ്റോർ ചെയ്ത് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ നല്ല വശങ്ങളും ദോഷവശങ്ങളും നോക്കാം. പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ബെയിൽ ഔട്ട്സ്. ആദ്യം നമുക്ക് പ്രോസ് നോക്കാം, നല്ല വശങ്ങൾ. പ്രിവെന്റ്സ് സിസ്റ്റമിക് എക്കണോമിക് കൊളാപ്സ്, സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു സാമ്പത്തിക തകർച്ചയിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നു, അത് ഒന്നാമതാണ്. അടുത്തത് പ്രൊട്ടക്ട്സ് ജോബ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നേരത്തെ പറഞ്ഞ പോലെ തൊഴിലിനെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നു. അടുത്തത് റീസ്റ്റോർസ് കോൺഫിഡൻസ് ഇൻ ദ ഫൈനാൻഷ്യൽ സിസ്റ്റം. ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ ഒരു കോൺഫിഡൻസ് അത് റീസ്റ്റോർ ചെയ്തെടുക്കുന്നു, അത് വീണ്ടും അത് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ കോൺസ് നോക്കാം, ദോഷവശങ്ങൾ. അതിൽ ഒന്നാമത്തത് എൻകറേജസ് മോറൽ ഹസാർഡ്, അതായത് മോറൽ ഹസാർഡ് എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗവൺമെന്റ് സഹായിക്കും എന്ന് വിചാരിച്ചിട്ട് കമ്പനീസ് കൂടുതൽ റിസ്ക് എടുക്കുകയാണ്, കണ്ണും പൂട്ടി റിസ്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കമ്പനീസ് മേ ടേക്ക് എക്സസീവ് റിസ്ക് എക്സ്പെക്ടിങ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ, ഗവൺമെന്റ് ഇന്റർവെൻ ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് എക്സസീവ് റിസ്ക് എടുക്കുന്നു. അടുത്തത് കോച്ച് ടാക്സ് പേയേഴ്സ് ഹെവിലി, ടാക്സ് പേയേഴ്സിന് ടാക്സ് അടയ്ക്കുന്നതിന് വളരെ ഉയർന്ന ഒരു കോസ്റ്റ് ഉണ്ടാകുന്നു. ഓക്കെ, അടുത്തത് മേ ലീഡ് ടു റിസെന്റ്മെന്റ് ഇഫ് ബെയിൽ ഔട്ട്സ് ഫേവർ ലാർജ് കോർപ്പറേഷൻ, അതായത് വലിയ കമ്പനീസിന് ഗവൺമെന്റ് ഫേവർ ചെയ്യുകയും ബെയിൽ ഔട്ട് കൊടുക്കുകയും പിന്നെ ഓവർ സ്മാൾ ബിസിനസ് ഓർ ഇൻഡിവിജ്വൽസ്, അതായത് ചെറിയ ബിസിനസ്സിനോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനോ ഇത് കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ഒരു നീരസം, ഒരു വെറുപ്പ് അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ എൻ്റെ കോൺസ് ആണ്, ദോഷവശങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.